കൊല്ലാനും തല്ലാനും കൊട്ടേഷൻ നൽകുന്നവരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? വ്യക്തിപരമായി വിരോധവും പകയും വിട്ടാനാണ് പലരും ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ നൽകുന്നത്. എന്നാൽ തൃശ്ശൂരിൽ ജ്വല്ലറി ഉടമയോട് പക തീർക്കാൻ കവർച്ചയ്ക്ക് കൊട്ടേഷൻ നൽകിയ അയൽവാസിയെക്കുറിച്ച് അറിയണം. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ അഴിക്കുള്ളിലായപ്പോഴാണ് അസാധാരണ കൊട്ടേഷൻ്റെ കഥ പുറത്തു വന്നത്. മെയ് 15-നാണ് ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 2.5 കോടി രൂപയുടെ സ്വർണം തട്ടിയെടുത്തത്. കേസിൽ തൃശ്ശൂരിൻ്റെ ഗുണ്ടാ തലവനുൾപ്പെടെ 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടേഷൻ നൽകിയ കമ്പനിപ്പടി സ്വദേശി റാഫേലിന് വേണ്ടി റെയിൽവേ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ മാസം 15-ന് ഗുരുവായൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ ട്രെയിൻ കുഴിത്തുറ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. തൃശൂർ സ്വദേശിയായ ജ്വല്ലറി ഉടമയുടെ ബാഗ് അക്രമികൾ തട്ടിയെടുത്ത് ഓടി. തിരുനെൽവേലി ഭാഗത്തുള്ള ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോയ 1.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗാണ് നഷ്ടമായത്. കുഴിത്തുറയിൽ ഇറങ്ങി രക്ഷപ്പെട്ട പ്രതികൾ മുൻ തീരുമാനിച്ച പ്രകാരം വീണ്ടും തൃശൂരിൽ ഒത്തുകൂടുകയും സ്വർണ്ണാഭരണങ്ങൾ പങ്കിട്ടെടുക്കുകയും ചെയ്തു. കുറച്ച് ടെക്നിക്കൽ അനാലിസിസ് നടത്തി. ബേസിക്കലി നമുക്ക് ഫോൺ നമ്പേഴ്സ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ടവർ ഡംപ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഈ തെഫ്റ്റ് നടത്തിയ ആളുടെ ഫോൺ നമ്പർ കിട്ടി. ആ ഫോൺ നമ്പറിൽ നിന്ന് നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് അറസ്റ്റ് നമുക്ക് 23 മെയ് ഇൻസിഡന്റ് നടക്കാൻ 16 മെയ് 23 മെയ്യിൽ നമ്മൾ 5 പേരെ ഇൻവോൾവ് ആയിട്ടുള്ള 5 പേരെ നമുക്ക് അറസ്റ്റ് ചെയ്യും. അന്നേ ദിവസം തന്നെ നമുക്ക് ഏകദേശം 1/4 കിലോ നഷ്ടപ്പെട്ട സ്വർണ്ണത്തിൽ ഏകദേശം 1.5 കിലോളം സ്വർണ്ണം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും 1/4 കിലോ സ്വർണം നമുക്ക് അന്നേ ദിവസം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. തൃശൂരിലും കുഴിത്തുറയിലുള്ള 500ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് RPFും തമിഴ്നാട് പോലീസും പ്രതികളിലേക്ക് എത്തിയത്. ഇനി ഫ്ലാഷ് ബാക്ക്. കൊള്ളയടിക്കപ്പെട്ട ജ്വല്ലറി ഉടമയുടെ അയൽവാസിയാണ് ഇനി പിടിയിലാകാനുള്ള റാഫേൽ. സ്വർണ്ണപ്പണിക്കു ശേഷം വന്ന മലിനജലം റാഫേലിന്റെ കിണറ്റിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ കേസുണ്ടായിരുന്നു. ആ കേസ് ഒത്തുതീർപ്പായെങ്കിലും റാഫേലിന്റെ പക മാറിയിരുന്നില്ല. അങ്ങനെയാണ് സ്വർണവുമായി പോകുന്ന അയൽവാസിയുടെ ഫോട്ടോ അടക്കമുള്ള കൃത്യമായ വിവരം ഗുണ്ടാ സംഘത്തിന് റാഫേൽ കൈമാറിയത്. കവർച്ചയുടെ പങ്ക് വേണ്ടെന്നും അയാൾക്ക് സാമ്പത്തിക നഷ്ടം വന്ന വിവരം അറിഞ്ഞാൽ മതിയെന്നുമാണ് റാഫേൽ ഗുണ്ടാ സംഘത്തോട് പറഞ്ഞത്. ആദ്യത്തെ അനാലിസിസ് നമുക്ക് മനസ്സിലായി. തൃശ്ശൂരിന് ഇവർ ഫോളോ അപ്പ് ചെയ്ത് വന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് സ്വർണവുമായിട്ട് ആള് പോകുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഈ പറയപ്പെട്ട അക്യൂസ്ഡിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായതാണ്. നമ്മുടെ ഈ സ്വർണം നഷ്ടപ്പെട്ട ആളുടെ തൃശ്ശൂരുള്ള ഒരു ജ്വല്ലറി ഉടമയുടെ അദ്ദേഹത്തിന്റെ അയൽവക്കത്ത് നിന്നുള്ള ഒരാളിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ പാസ്സായത്. ഇന്ന സമയത്ത് ഇന്ന ആള് സ്വർണം കൊണ്ട് പോകുന്നു എന്നുള്ള ഇൻഫർമേഷൻ പാസ്സായത് അങ്ങനെയാണ്. തൃശൂരിലെയും കുഴിത്തുറയിലെയും ടവർ ലൊക്കേഷൻ പരിശോധിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു RPFന്റെ അന്വേഷണം. മോഷണത്തിനായി പ്രതികൾ ബന്ധുക്കളുടെ പേരിലാണ് പുതിയ സിം കാർഡുകൾ വാങ്ങിയത്. മോഷണശേഷം സിം കാർഡുകൾ നശിപ്പിച്ചു. ഗുണ്ടാ നേതാവ് കണ്ണമ്പത്തൂർ രഞ്ജിത്താണ് സ്വർണം ബാറുകളാക്കി വീതിച്ചു നൽകിയത്. ബംഗളൂരു, അട്ടപ്പാടി, തിരുപ്പതി, വിശാഖപട്ടണം എന്നിവിടങ്ങളിലാണ് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത്. തട്ടിയെടുത്ത മുഴുവൻ സ്വർണവും കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. RPF തിരുവനന്തപുരം സീനിയർ ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണർ മുഹമ്മദ് ഹനീഫിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർമാരായ AJ ജിബിൻ, BL ബിനുകുമാർ, സെൽവി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.